അവരമ്മയും മകനും കൊച്ചുമകളും കൂടി ഹാളിലേക്ക് പോകുന്നത് നോക്കി വരലക്ഷ്മി പിന്നാലെ ചെന്നു. മഹി അമ്മക്കും മീരക്കും വിളമ്പി കൊടുത്ത ശേഷം അവർക്ക് പഴം കൂടി എടുത്തു വെച്ചു. അപ്പോഴാണ് ചായ എടുത്തില്ലെന്ന് അയാൾ ഓർത്തത്. ചായ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് നടക്കുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിൽ അവൻ കിച്ചണിലേക്ക് കയറിപ്പോയി. 3 പേർക്കുമുള്ള ചായയുമായി ഹാളിലേക്ക് ചെന്നു. അവർ കഴിച്ചു തുടങ്ങുന്നത് നോക്കി വരലക്ഷ്മി അവിടെ തന്നെ നിൽപ്പുണ്ട്. കഴിക്കുന്നതിനിടയിൽ മഹി ഒന്ന് ചുമച്ചു. നെറുകയിൽ കയറി ചുമക്കുന്നത് കണ്ട വരലക്ഷ്മി ധൃതിയിൽ ഓടി വന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നീട്ടും മുന്നേ മീരയുടെ കയ്യിൽ നിന്ന് മഹി വെള്ളം വാങ്ങി കുടിച്ചു കഴിഞ്ഞിരുന്നു. എടുത്ത ഗ്ലാസ് താഴെ വെക്കാതെ വരലക്ഷ്മി അതിൽ മുറുകെ പിടിച്ചു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് ചാടി. വല്ലാത്ത അപമാനം തോന്നി വരലക്ഷ്മിക്ക്. അത്രയും ആളുകൾക്കിടയിൽ ഒറ്റപ്പെട്ട പോലെ, ആരാരുമില്ലാത്തവളെ പോലെ. തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വരാൻ വെമ്പിയതും ഗ്ലാസ് അവിടെ വെച്ച് വരലക്ഷ്മി തിരിഞ്ഞു നടന്നു. ഒന്ന് നിന്നേ. മഹിയുടെ നേർമയായ സ്വരം കേട്ട് വരലക്ഷ്മി ഞെട്ടി. മഹി അങ്ങനെ ഇങ്ങനെയൊന്നും വരലക്ഷ്മിയോട് സംസാരിക്കാറില്ല. അതിന് ദേഷ്യപ്പെടാനാണെങ്കിൽ പോലും വളരെ അപൂർവമാണ്. വരലക്ഷ്മി സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ചെയ്തു തന്നാലും ഞാനത് സ്വീകരിച്ചിട്ടില്ല. എൻ്റെ അമ്മയെയോ വീട്ടുകാരെയോ നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്തതാണ്. ഇത്രയും കാലം എൻ്റെ അമ്മയെ ശുശ്രൂഷിച്ചതിനും ആഹാരം കൊടുത്തതിനും നന്ദി. ഇനി മുതൽ അമ്മയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇവിടെ ആരും ആരുടെയും ബാല്യക്കാരിയല്ല. എല്ലാം സ്വന്തം ഇഷ്ടത്തിന് ഏറ്റെടുത്ത് ചെയ്തതല്ലേ. എന്തായാലും താങ്ക്സ്. ഞങ്ങൾ മക്കൾക്ക് ചെയ്യാൻ പറ്റാതെ പോയത് ചെയ്തു കൊടുത്തതിൽ. തികച്ചും ഔപചാരികമായുള്ള നന്ദി പറച്ചിൽ വരലക്ഷ്മിയെ വേദനിപ്പിച്ചു. പുറത്തുള്ള ഒരാളോട് പറയും പോലെ നീയെന്നോ വരലക്ഷ്മി എന്നോ തന്നെ സംബോധന ചെയ്യാൻ മടിച്ചുകൊണ്ടുള്ള ഒരു നന്ദി പറച്ചിൽ. ഇപ്പോഴാണ് അവർക്ക് കൂടുതൽ വേദനിച്ചത്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് മഹി കഴിക്കുന്നത് തുടർന്നു. വരലക്ഷ്മി സങ്കടം അടക്കി പിടിച്ച് അയാളെ നോക്കി നിൽക്കുകയാണ്. ഡാ. കഴിക്കുന്നതിനിടയിലാണ് ധ്രുവൻ സ്റ്റെയർ ഇറങ്ങി വരുന്നത് മഹി കണ്ടത്. കണ്ടപാടെ അവൻ അടുത്തേക്ക് വിളിച്ചു. നിനക്ക് പുട്ടു വേണോ? വേണേ വന്ന് കഴിക്ക്. കാസറോൾ മുന്നോട്ട് നീക്കി വെച്ച് മഹി പറഞ്ഞതും പുട്ടോ എന്നൊരു ഭാവത്തിൽ ധ്രുവൻ അവിടേക്ക് വന്നു. അവളെവിടെ? ദിയ, അവളെയും വിളിക്ക്. മഹി ആവശ്യപ്പെട്ടു. ദിയേ, ദിയേ. അവൻ മുകളിൽ നോക്കി ഉച്ചത്തിൽ വിളിച്ചു. ദാ വരുന്നേട്ടാ. മുറിയിൽ ഒളിഞ്ഞിരുന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്ന ദിയ വെപ്രാളത്തോടെ പറഞ്ഞു. ഞാൻ വെക്കുവാണേ, ഏട്ടൻ വിളിക്കുന്നുണ്ട്, ബായ്. ധൃതിയിൽ ആ കോള് കട്ടാക്കി അവൾ മുറി വിട്ടിറങ്ങി താഴേക്ക് ചെന്നു. വന്നിരിക്ക്. മഹി അവളെ തൻ്റെ ഇടതുവശത്ത് പിടിച്ചിരുത്തി. ഇത്രയും കാലം തൻ്റെ മകളുടെ സ്ഥാനം അലങ്കരിച്ചവളാണ്. ആ ഓർമ്മയിൽ മീരയെയും ദിയയെയും മാറി മാറി നോക്കി മഹി പുഞ്ചിരിച്ചു. അവൾക്ക് മഹി തന്നെ വിളമ്പി കൊടുത്തു. ഞാനുണ്ടാക്കിയതാണ്, കഴിക്ക്. മഹി പറഞ്ഞതും ദിയയും ധ്രുവനും പരസ്പരം നോക്കി. അപ്പ കഴിക്കുന്നില്ലേ? മാറി നിൽക്കുന്ന വരലക്ഷ്മിയോടായി ധ്രുവൻ ചോദിച്ചു. ഞാൻ കഴിച്ചതാ. വിതുമ്പലടക്കി നിന്ന വരലക്ഷ്മി അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അത് ധ്രുവന് ശ്രദ്ധിച്ചിരുന്നു. പുട്ടു ബാലൻസ് ഉണ്ടായിരുന്നുവെങ്കിലും മധുവിനത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവർ പിന്നീട് പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ് കഴിച്ചത്. എന്തുപറ്റി? മുഖമൊക്കെ വല്ലാതെ. വരലക്ഷ്മിക്ക് പിന്നാലെ അവരുടെ മുറിയിലേക്ക് വന്നതാണ് ധ്രുവൻ. എന്ത് പറ്റാൻ? ഒന്നും പറ്റിയില്ല. ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ അവർ മറുപടി കൊടുത്തു. പിന്നെന്താ ശബ്ദമൊക്കെ ഇടുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറയേ. അവൻ സ്നേഹത്തോടെ ചോദിച്ചു. നീ ഒന്ന് പോയേ ധ്രുവ, എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അവരവനിൽ നിന്ന് മുഖം മറച്ചു. മുത്തശ്ശി അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ വിഷമാണോ? അവൻ വരലക്ഷ്മിയെ ബലമായി പിടിച്ച് തിരിച്ചു നിർത്തി. വരലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. അപ്പം അത് ഇതുവരെ വിട്ടില്ലേ? തെറ്റ് നമ്മുടെ ഭാഗത്തല്ലേ പേ? അപ്പോൾ നമ്മളതൊക്കെ കേട്ടല്ലേ പറ്റൂ. എന്തിനായിരുന്നു? മറ്റുള്ളവരുടെ സന്തോഷം തല്ലിക്കെട്ടി സ്വയം നേറാനായിരുന്നെങ്കിൽ അന്ന് ആ വാശി പിടിക്കണമായിരുന്നു. അവൻ സഹതാപത്തോടെ ചോദിച്ചു. തിരിച്ചു തുറിച്ചൊരു നോട്ടമായിരുന്നു മറുപടി. ഇനി എന്താ അപ്പയുടെ സ്റ്റാൻഡ്? അവൻ ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. നിന്റെ അമ്മാവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി മുൻ കാമുകിക്കൊപ്പം ജീവിക്കാൻ വിടണമായിരിക്കും. അതാണോ വേണ്ടത്? വരലക്ഷ്മി ചൂടായി. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അമ്മാവൻ ആരും അപ്പയിൽ നിന്ന് തട്ടിയെടുക്കില്ല. അല്ലെങ്കിൽ തന്നെ മീരയുടെ പ്രശ്നത്തിൽ തല പുകഞ്ഞാണ് അമ്മാവൻ നടക്കുന്നത്. അതിനിടയിൽ പഴയ പ്രണയം പൊടി തട്ടിയെടുക്കണമെന്നൊന്നും മനസ്സിൽ പോലും ഉണ്ടാവില്ല. ചിലതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. സങ്കടപ്പെടാൻ നിന്നാലേ അതിനെ സമയം കാണുള്ളൂ. ധ്രുവൻ അവരെ ഉപദേശിച്ചു. ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാതെ പുറത്തോട്ട് പോവാം. അവൻ വരലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒപ്പമായിരുന്നു. ഹലോ.
പറയോ വക്കീലേ. ആണോ? ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യാനില്ലല്ലോ, കോടതിക്ക് നേരിട്ടെല്ലാം ബോധ്യപ്പെട്ടതല്ലേ. ആ ശരി വക്കീലേ, ഞാൻ പറഞ്ഞേക്കാം. ഓക്കേ. അവൻ സംഭാഷണം അവസാനിപ്പിച്ച് വരലക്ഷ്മിയെ നോക്കി. വക്കീല, മീരയുടെ കേസിൻ്റെ അടുത്ത ഹിയറിംഗ് ഉടനെ ഉണ്ടാവുമെന്ന് അവൻ വരലക്ഷ്മിയോടായി പറഞ്ഞു. അവൾ ജയിക്കുമോ? അവർ ഗൗരവത്തോടെ തിരക്കി. ജയിക്കാതെ പിന്നെ? കോടതിക്കുള്ളിൽ ജഡ്ജിൻ്റെ മുന്നിൽ വെച്ചല്ലേ അവൻ അവളെ ആക്രമിച്ചത്. പിന്നെ ആ എഗ്രിമെൻറ്റും പോരാത്തീന് അവൻ്റെ അച്ഛൻ തന്നെ അവനെതിരെ മൊഴി പറയുന്ന വീഡിയോ റെക്കോർഡിങ്ങും. ജയിക്കാൻ ഇതൊക്കെ ധാരാളമാണ്, ധ്രുവൻ ആവേശത്തോടെ പറഞ്ഞു. അവളെ തോൽപ്പിക്കാൻ പറ്റുമോ? വരലക്ഷ്മിയുടെ സ്വരം കടുത്തു. ചെറിയൊരു ഞെട്ടലോടെ അവൻ വരലക്ഷ്മിയെ നോക്കി. അവർ നിലത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്താ എന്താ പറഞ്ഞേ? അവൻ വിശ്വാസം വരാതെ ചോദിച്ചു. അവളെ തോൽപ്പിക്കാൻ പറ്റുമോന്ന് അവരാവർത്തിച്ചു. അതെന്തോന്നായി പറയുന്നേ? ധ്രുവന് ദേഷ്യം വന്നു. അവൾ ജയിക്കരുത്, ജയിക്കാൻ പാടില്ല. കേസിൽ തോറ്റവൾ ആ ഹരിക്കൊപ്പം തന്നെ പോയി ജീവിക്കണം. അവളിനി എൻ്റെ മഹേട്ടൻ്റെ കൂടെ വേണ്ട. നിലത്തേന്ന് കണ്ണുകൾ ഉയർത്താതെ അവർ പറഞ്ഞു. ധ്രുവൻ അന്താളിച്ചു പോയി. അവൾ അമ്മാവൻ്റെ മോളാണപ്പേ, അവൻ മുഷ്ടിചൂട്ടി പറഞ്ഞു. അതെനിക്കും അറിയാം, ഞാനത് അംഗീകരിച്ചതുമാണ്, സ്വന്തമായി കണ്ടതുമാണ്, അങ്ങനെ തന്നെ സ്നേഹിക്കുകയും ചെയ്തു. പക്ഷേ ഇനി വേണ്ട. അവളിനി എൻ്റെ മഹേട്ടനോടൊപ്പം നിന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അവരെ ഒന്നിപ്പിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ചെയ്ത പോലെ. നീരജയുടെ മനസ്സിൽ മഹിയോടുള്ള വെറുപ്പാണ് ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിലൂടെ അവൾ എടുത്തു മാറ്റിയത്. മീര ഇനിയും ഇതുപോലെ അവസരങ്ങൾ ഉണ്ടാക്കിയ എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് അവർ ഒന്നാവുക തന്നെ ചെയ്യും. വരലക്ഷ്മി അസ്വസ്ഥതയോടെ പറഞ്ഞു. ഞാൻ കരുതി അപ്പക്കെങ്കിലും കുറച്ചൊക്കെ മനസാക്ഷി ഉണ്ടാവുമെന്ന്. നിങ്ങളും എൻ്റെ അച്ഛനെയും അമ്മയെയും പോലെയാണല്ലേ, സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി ആരെയും ഏത് കുഴിയിലേക്കും തള്ളിവിടാനും മടിക്കാത്തവർ. ധ്രുവന അമർഷം തോന്നി. ധ്രുവ, അത് വരലക്ഷ്മിക്ക് പൊള്ളി. അലറണ്ട, പറഞ്ഞത് സത്യല്ലേ. നിങ്ങളൊക്കെ ചെയ്തതുപോലെ ഞാനും ചിലതൊക്കെ കുറച്ചു കാലം മറച്ചു പിടിച്ചു. അതും കുടുംബത്തിലൊരു പൊട്ടിത്തേറി ഉണ്ടാവരുതെന്ന് കരുതി. അതിനർത്ഥം നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണെന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നല്ല. നിങ്ങളെല്ലാവരും ഇതിൽ തെറ്റുകാരാണ്. ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് ആരാണെന്ന് അറിയോ? അത് നിങ്ങളാണപ്പേ. മറ്റൊരു സ്ത്രീയുമായി മനസ്സും ശരീരവും പങ്കിട്ട ഒരുവനെ, അവരെ മാത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ചയാളെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ചത്. ആ വാശിയാണ് എല്ലാത്തിനും കാരണം. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക്. സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും നന്നായിട്ട് ചിന്തിക്ക്. മറ്റുള്ളവരെ ദ്രോഹിച്ച് സമയം കളയാതെ സ്വന്തം ജീവിതം ഒരു കഴകടുപ്പിക്കാൻ നോക്ക്. എല്ലാം കേട്ടിരുന്ന വരലക്ഷ്മിക്ക് സങ്കടം വന്നു. ധ്രുവൻ ദേഷ്യത്തിലാണ്. എൻ്റെ ജീവിതം ഒരു കരക്കടുപ്പിക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ മീര ഇവിടെ ഉണ്ടെങ്കിൽ അത് ശരിയാവില്ല ധ്രുവ. എന്നെ ഒരിക്കലും അവളൊരു അമ്മയായി കാണില്ല. അവൾ അവളുടെ അച്ഛനെയും അമ്മയെയും ഒന്നിപ്പിക്കാനേ ശ്രമിക്കൂ. അങ്ങനെയുള്ളവളെ കൂടെ നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കൂ. അവൾ പോട്ടെ, വേറെങ്ങും അല്ലല്ലോ, അവളുടെ ഭർത്താവിൻ്റെ അരികിലേക്കല്ലേ. പ്രശ്നങ്ങളില്ലാത്ത ദാമ്പത്യ ജീവിതങ്ങളില്ല. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. എന്നെ തന്നെ കണ്ടില്ലേ, വിവാഹം കഴിഞ്ഞ വർഷം എത്രയായി. സമ്പന്നനായ ഭർത്താവ്, വലിയ കുടുംബം, എല്ലാവിധ സൗകര്യങ്ങളും. എന്നിട്ട് എനിക്കൊന്ന് സന്തോഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? വരലക്ഷ്മി സാരി കൊണ്ട് കണ്ണൊപ്പി. അതിന് അവൾ നിങ്ങളെപ്പോലെ ആകണമെന്നാണോ? ധ്രുവന്റെ ശബ്ദം ഉയർന്നു. മീരയെ ഇവിടുന്ന് പുറത്താക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. ഹരിയായാലും ശ്രീ ആയാലും ഒരുത്തനും കൊടുക്കില്ല ഞാൻ അവളെ. ഇത്രയും കഷ്ടപ്പെട്ട് അവളെ സംരക്ഷിച്ചതും ഓരോന്നിനും മോടി നടക്കുന്നതും ഏതെങ്കിലും വാട്ടന്റെ അടിയും തൊഴിയും കൊള്ളാനല്ല. അവൻ പൊട്ടി തെറിച്ചു. വരലക്ഷ്മി ഞെട്ടിപ്പോയി. എനിക്ക് ഇഷ്ടം അവളെ, കൂടെ ജീവിക്കാനും ആഗ്രഹമുണ്ട്. എപ്പോൾ തോന്നി എങ്ങനെ തോന്നി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ഞാൻ പറയുന്നു, എനിക്ക് മീരയെ ഇഷ്ടം. മീര പോലും അറിയാതെ അവൻ മനസ്സിൽ കൊണ്ടു നടന്ന ഇഷ്ടം അവൻ ആദ്യമായി ഒരാളോട് തുറന്നു പറഞ്ഞു. വരലക്ഷ്മിക്ക് അതൊരു ഷോക്കായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ്റെ ആ തുറന്നു പറച്ചിലിൽ മരവിച്ച് നിൽക്കുകയാണ് അവർ. താൻ ഒരിക്കൽ ചിന്തിച്ച കാര്യമാണെങ്കിലും ധ്രുവനിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നോർത്ത് വിട്ടുകളഞ്ഞതാണ്. ഇപ്പോൾ അവൻ അവളോടൊരു ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ വരലക്ഷ്മിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്ടമുള്ളതിൻ്റെ സൂചന പോലും ഉണ്ടായിട്ടില്ല. അവളെ വിട്ടേക്ക്. ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം എല്ലാവരും കൂടി ചേർന്ന് അവളെ ദ്രോഹിച്ച് കഴിഞ്ഞു. ഇനിയെങ്കിലും അവളൊന്ന് നേരെ ശ്വാസം വിട്ടോട്ടെ. ഒന്നിനു പിറകെ ഒന്നൊന്നായി അവളെ ശ്വാസം മുട്ടിക്കരുത്. അവരച്ഛനും മോളും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ പ്ലീസ്. ധ്രുവൻ കുറച്ചൊന്ന് ശാന്തനായി. അപ്പോൾ എൻ്റെ സന്തോഷമോ എന്നൊരു ചോദ്യം അവരുടെ നാവിൻ തുമ്പിൽ വന്നെങ്കിലും ധ്രുവന്റെ ദേഷ്യം ഓർത്തവർ മിണ്ടാതെ നിന്നു. ഇനി ഇങ്ങനൊരു സംസാരം ഈ വീട്ടിൽ ഉണ്ടാവരുത്.
എന്നോട് പറഞ്ഞു, ആദ്യം ഇവിടെ കഴിഞ്ഞു, ഇനി അങ്ങനെ ഒരു ചിന്തയെ മനസ്സിൽ കൊണ്ട് നടക്കരുത്. മനസ്സിലായോ? അവൻ അവരുടെ കൈകൾ കവർന്നുകൊണ്ട് സ്വരമൊന്ന് മയപ്പെടുത്തി. എന്തും ചെയ്യാം, എന്തിനും കൂട്ടു നിൽക്കാം. അവൾക്കെതിരെയുള്ള ഒന്നിനും ഞാൻ കൂടെ നിൽക്കില്ല. അത് അനുഭവിച്ച് തരികയില്ല. അതിന് എനിക്ക് അവളെ കിട്ടിയാലും ഇല്ലെങ്കിലും. അവൻ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവൾ നമുക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ചെയ്തു കൂട്ടിയത് മുഴുവൻ നമ്മളാണ്. അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഉപദ്രവിക്കരുത്. എന്നെ മകനായി കണ്ടത് സത്യമാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്ക്. അത്രയും പറഞ്ഞ് വരലക്ഷ്മിയുടെ കൈകൾ വിട്ട് ധ്രുവൻ മുറിക്ക് പുറത്തേക്ക് നടന്നു. മുറിക്ക് പുറത്തേക്ക് ചെന്നവൻ മീനാക്ഷിയമ്മയെ കണ്ട് ഞെട്ടി. വാതിൽക്കലിൽ നിന്നും അവരെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വരലക്ഷ്മിയെ ഒന്ന് ആശ്വസിപ്പിക്കാനും എൻ്റെ മനസ്സിൽ അവളോട് ഇഷ്ടക്കുറവൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്ക് പിറകെ വന്നതാണ് മീനാക്ഷിയമ്മ. അപ്പോഴാണ് അവരുടെ സംഭാഷണം കേട്ട് അവിടെ നിന്ന് പോയത്. വരലക്ഷ്മിയുടെ സംസാരം കേട്ടപ്പോൾ ദേഷ്യം തോന്നിപ്പോയി. ആ ദേഷ്യമൊക്കെ ധ്രുവന്റെ മറുപടിയിൽ ഒരു പുഞ്ചിരിയായി പരിണമിച്ചു. ധ്രുവൻ നോക്കുമ്പോൾ മീനാക്ഷിയമ്മ ചെറിയൊരു ചിരിയോടെ അവനെ നോക്കി നിൽപ്പുണ്ട്. ധ്രുവന് ചെറിയൊരു പതർച്ചയുണ്ട്. അവൻ ആ പതർച്ചയോടെ മീനാക്ഷിയമ്മയെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. മീനാക്ഷിയമ്മ വരലക്ഷ്മിയെ ഒന്ന് നോക്കി. വരലക്ഷ്മി പെട്ടെന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു. അതോടെ മീനാക്ഷിയമ്മ ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ധ്രുവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഒരക്ഷരം ഉരിയാടാതെ മീനാക്ഷിയമ്മ അവിടുന്ന് തിരിഞ്ഞു നടന്നു. അവൻ വരലക്ഷ്മി ഒന്ന് തിരിഞ്ഞു നോക്കി മുത്തശ്ശിക്ക് പിന്നാലെ പോയി. അവൻ ചെന്ന് നോക്കുമ്പോൾ മുത്തശ്ശി ഹാളിലെ സോഫയിൽ ചെറിയൊരു ചിരിയോടെ ഇരിപ്പുണ്ട്. മുത്തശ്ശിക്ക് ഓപ്പോസിറ്റായി മഹി ഒരു പ്ലേറ്റിലേക്ക് പൊളിച്ചു മാറ്റി നൽകിയ ഓറഞ്ചുമായി മീരിയിരിപ്പുണ്ട്. അവൾ മഹിയുമായി എന്തോ സംസാരത്തിലാണ്. അതിനിടയിൽ ആ ഓറഞ്ച് കഴിക്കുന്നുണ്ട്. ധ്രുവൻ ഇറങ്ങി വരുന്നത് കണ്ട് മീനാക്ഷിയമ്മ അവൻ്റെ മുഖത്തേക്കും പിന്നെ മീരയുടെ മുഖത്തേക്കും നോക്കി. ധ്രുവനത് വ്യക്തമായി കാണുകയും ചെയ്തു. അവൻ പെട്ടെന്നൊന്ന് പതറി. ഇത്രയും നാളില്ലാതിരുന്നൊരു പതർച്ച. മറ്റൊരാൾ അറിഞ്ഞെന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു പരവേശം. ഇന്ന് രാവിലെ അവളെ ഫേസ് ചെയ്യാനോ അവളിരിക്കുന്ന സദസ്സിലേക്ക് ചെല്ലാനോ ഇല്ലാതിരുന്ന ഒരു മടിയും വല്ലായ്മയും അവനെ പിടികൂടി. ഒരു കുഞ്ഞു പുഞ്ചിരിയോട് അവനെയും മീരയെയും മാറി മാറി നോക്കുന്ന മുത്തശ്ശിയാണ് അതിന് കാരണമെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു.